ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെങ്ങിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അയാളിപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അയാൾ കോൾ ചെയ്തിട്ട് പറയുന്നത്, സാർ, നമ്മൾ വശിക്കുന്ന ഒരു പാമ്പുകളിൽ കുറേ പാമ്പുകൾ പരസ്പരം കൊത്തി ബാക്കിയുള്ളതിനെയൊക്കെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. സംഭവം മറ്റൊന്നല്ല, ഈഷ്യോങ്ങും ചെങ്ങും ഒക്കെ തന്നെ ഈ ഒരു പാമ്പുകളെ ആൾക്കാർ നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛനറിയാതെ പുറത്തേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും വാങ്ങുന്നുണ്ട്. ഈ വാങ്ങുന്ന ടൈമിന് അത് മോഷണം പോയി എന്നൊരു കാര്യം മനസ്സിലാക്കാതിരിക്കാനായിട്ട് സെയിം പാമ്പുകളെ തന്നെ ഇവർ രണ്ടുപേരും കൊടുത്തിട്ടുണ്ടായിരുന്നു റീപ്ലേസ് ചെയ്ത് വയ്ക്കാൻ, ഒരേപോലെ ഇരിക്കും. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സോ ആ ഒരു പാമ്പുകൾ വേറെ ബ്രീഡിൽ പെട്ടതാണ്. ആ ഒരു പാമ്പുകളാണ് ഓൾറെഡി ആ ഒരു കൂട്ടിലുള്ള പാമ്പുകളുമായിട്ട് ഒത്തുപോവാതെ അങ്ങനെ ഫൈറ്റായിട്ട് കുറേ പാമ്പുകൾ ചത്തുപോയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പാമ്പുകൾ റീപ്ലേസ് ആയ കാര്യം നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഫോണിൽ കൂടെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് സംഭവിച്ചതെന്ന്. എന്നാൽ കോൾ ചെയ്യുന്ന ആൾക്കും എന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, മേ ബി പാമ്പുകളെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കറില്ലല്ലോ, അതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം, നമുക്ക് തന്നെ മാറ്റിയാലോ, എന്നിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെങ്ങിൻ്റെ അച്ഛൻ ഓക്കെ, പെട്ടെന്ന് തന്നെ അതിനെ മാറ്റിക്കോ, ഇന്ന് വൈകുന്നേരം മാറ്റിയാൽ മതി, പക്ഷേ മാറ്റുന്ന കാര്യം ആരും അറിയണ്ട, അത് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. കോൾ കിട്ടിയുന്നുണ്ട്. അടുത്ത് ചെങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ചെങ്ങും ഷീഷോങ്ങും ഇപ്പോൾ ചെങ്ങിൻ്റെ വീട്ടിലാണുള്ളത്. നൈറ്റ് ടൈം ആയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ബെഡിലിരിക്കുകയാണ്. ഷീഷോങ്ങ് ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ യുടെ കൂടെ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി പോയപ്പോൾ നമ്മുടെ ഷീഷോങ്ങിനെ പോലെ ഇരിക്കുന്നതെന്ന് തോന്നിയിട്ട് അവൻ കുറേ പാവക്കുട്ടികൾ വാങ്ങിച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പാവക്കുട്ടീനെ എടുത്ത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ട് ഷീഷോങ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നതെന്ന്. ചെങ്ങപ്പോൾ ആ ഒരു പാവേനെ ഷീഷോങ്ങിന് നേരെ നീട്ടിയിട്ട് അവൻ്റെ അടുത്ത് പറയാണ്, നോക്കിക്കേ, ഇതിനെ കാണാൻ നിന്നെ പോലെ ഇല്ലേന്ന്. എന്നാൽ ഷീഷോങ് ഒന്ന് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ എടുത്ത് വെച്ച് കളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചെങ്ങ് ആ ഒരു ഫോൺ മാറ്റി വെച്ചിട്ട് 11 മണിയായി കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഷീഷോങ് ഉറങ്ങാനായി കിടക്കാണ്. ചെങ്ങും അടുത്ത് കിടന്നിട്ട് ആ ഒരു പാവേനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് മനഃപൂർവ്വമാകാം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടാകാം ചെങ്ങിൻ്റെ അടുത്ത് എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്നങ്ങ് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ചെങ്ങാണെങ്കിൽ ആ ഒരു പാവേനെ വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ഷീഷോങ്ങിനെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. കഴുത്തിലൊരു കിസ്സും കൊടുക്കുന്നുണ്ട്. ആ ഒരു കിസ്സ് കിട്ടുമ്പോൾ നമ്മുടെ ഷീഷോങ് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങാണെങ്കിൽ ശരി വാ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഹഗ് ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ പതിയെ ചെങ്ങിൻ്റെ കൈയാണെങ്കിൽ താഴേക്ക് പോകുന്ന കാണുമ്പോൾ ഷീഷോങ് എന്താ ഉദ്ദേശമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ചെങ്ങ് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈ താഴേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ഷീഷോങ്ങിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷീഷോങ് മര്യാദയ്ക്ക് കിടന്നു, ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് രണ്ടുപേരും ഉറങ്ങുന്നുണ്ട്. എന്നാൽ കുറച്ച് ടൈം കഴിയുന്നതും ചെങ്ങിനാണെങ്കിൽ ഒരു കോൾ വരുവാണ്. ചെങ്ങ് ആരാണ് തന്നെ കോൾ ചെയ്യുന്നത് എന്ന് നോക്കിയ ശേഷം ഷീഷോങ്ങിൻ്റെ അടുത്ത്, നീ ഉറങ്ങിക്കോ, ഇത് അർജൻറ്റാണ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോണും കൊണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആ റൂമിൻ്റെ പുറത്തേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് സൈഡിലേക്ക് മാറി എന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ എന്താണ് പറയുന്നതെന്ന് ഷീഷോങ്ങിന് കേൾക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഷെങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ പയ്യൻ പറയുന്നുണ്ട്, ഇതേപോലെ നിങ്ങളുടെ അച്ഛൻ ആ ഒരു പാമ്പുകളെയൊക്കെ വച്ചേക്കുന്ന സ്ഥലത്ത് ഒരു വാൻ വന്നിട്ടുണ്ട്. ആ വാനിൽ നിന്ന് പാമ്പുകളെയൊക്കെ മാറ്റി എങ്ങോട്ടോ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ആ വാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. നമ്മളിപ്പോൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാമ്പുകളെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ ഓക്കെ, അത് അവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഷീഷോങ്ങാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നതെന്ന് കേൾക്കുന്നില്ല. എന്നാൽ ചെങ്ങ് ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ അത് വെച്ചിട്ട് അവന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ചെങ്ങ് കോൾ കെട്ടി തിരിച്ചു വരുമ്പോൾ ഉറങ്ങുന്ന പോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്. ചെങ്ങ് ആ സമയം ഷീഷോങ്ങിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചെങ്ങ് മനസ്സിൽ പറയുന്നുണ്ട്, ഇനിയൊരിക്കലും നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തില്ല, എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ഓക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഷീഷോങ് ശരിക്കും ഉറക്കമായിരിക്കും എന്ന് കരുതിയിട്ട് ചെങ്ങ് പിന്നെ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ അങ്ങനെ പറയാനായിട്ട് കാരണം എനിക്ക് തോന്നുന്നത് മേ ബി യുമായിട്ട് അവനിങ്ങനെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന തന്നെ അവൻ്റെ പാമ്പുകൾ അവന് തിരിച്ചു കിട്ടാനാണ്. സോ ആ ഒരു പാമ്പുകളെ തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നെ യുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അവന് ഷീഷോങ്ങുമായിട്ട് ഒഫീഷ്യലി ഒരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്യാം. അപ്പോൾ ഷീഷോങ്ങിനെ ഇങ്ങനെ രണ്ടാമതൊരു സ്ഥാനത്ത് നിർത്താതെ യുവിനെ മാറ്റിയിട്ട് അവൻ 1ാമത്തെ സ്ഥാനത്തിലാക്കാം, അവനിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തണ്ട എന്നായിരിക്കും അവൻ മേ ബി ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ തന്നെ വേണം ഉദ്ദേശിക്കാൻ, കാരണം അവർ സെറ്റാവേണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും കൂടെ ആവശ്യമാണല്ലോ. അപ്പോൾ എന്തായാലും അവനാണെങ്കിൽ അതും പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം ഇവൻ പോയി കഴിയുന്നതും നമ്മുടെ ഷീഷോങ് ആണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഷീഷോങ്ങിന് അപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. അത് ഷീഷോങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യനെന്തോണ് വിളിച്ചത്. ആ പയ്യനും ഇതേപോലെ തന്നെ ഈ പാമ്പുകളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഷീഷോങ്ങും ഈ ഒരു പാമ്പുകളെല്ലാം കളക്ട് ചെയ്തിട്ട് ചെങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഇപ്പം ആ ഒരു പയ്യൻ ചെങ്ങിൻ്റെ അടുത്ത് അവൻ്റെ അസിസ്റ്റൻറ്റ് എന്താണോ പറഞ്ഞത് അതേ സെയിം
കാര്യം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഷീഷോങ് വിചാരിക്കുന്നുണ്ട് ആ ഒരു വണ്ടി പാമ്പുകളെയും കൊണ്ട് ആ ഒരു ഗോഡൗണിൽ നിന്ന് പുറത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ആ ഒരു വണ്ടീനെ അറ്റാക്ക് ചെയ്യാം, പാമ്പുകളെല്ലാം തിരിച്ചെടുക്കാം, ചെങ്ങിനെ തിരിച്ചു കൊടുക്കാമെന്ന്. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ആ ഒരു പാമ്പുകളെല്ലാം കൊണ്ട് ട്രക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ആ ടൈമിന് നമ്മുടെ ചെങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ വേറെ കുറേ പയ്യന്മാരായിട്ടൊക്കെ ചേർന്നിട്ട് ആ ഒരു വണ്ടീനെ ഇടിക്കാൻ പോകുന്ന പോലെ ചെന്നിട്ട് അതിനെ ഡൈവേർട്ടാക്കി വിടാണ്. അങ്ങനെ അതാണെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം, അതായത് റോഡ് വിട്ട് മറ്റൊരു ഏരിയയിലേക്ക് ചെന്ന് ആ ഒരു വണ്ടി സ്റ്റോപ്പ് ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റും പിന്നെ ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് അറേഞ്ച് ചെയ്ത കുറേ പയ്യന്മാർ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ അവൻ നോക്കുമ്പോൾ ആ പയ്യന്മാർ മാത്രമല്ല, കുറച്ച് എക്സ്ട്രാ പയ്യന്മാരുള്ള പോലെ തോന്നുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ചെങ്ങു എത്തുന്നുണ്ട്. ചെങ്ങുവിന് ചെങ്ങിൻ്റെ പാമ്പ് വേണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെങ്ങുവിൻ്റെ പയ്യന്മാരും ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. ചെങ്ങും എത്തുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അറേഞ്ച് ചെയ്ത പയ്യന്മാരുടെ ടീമുകൾ തമ്മിൽ പരസ്പരം അടി തുടങ്ങുകയാണ്. കാരണം ആര് ജയിക്കുന്നോ അവർക്ക് നമ്മുടെ ചെങ്ങിൻ്റെ പാമ്പുകൾ കിട്ടും. നല്ല അടി നടക്കുന്നുണ്ട്. നമ്മുടെ ചെങ്ങും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പരസ്പരം അല്ലാണ്ട് ബാക്കിയുള്ളവരെ. ആ ടൈമിൽ തന്നെ നമ്മുടെ ഷീഷോങ്ങൊക്കെ അവിടെ എത്തുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് കാണുമ്പോഴത്തേക്കും അവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവനങ്ങ് ഇഷ്ടപ്പെട്ടു ആ ഒരു ഫൈറ്റ്. അതേ ടൈമിന് അങ്ങോട്ടേക്ക് ജിയാങ് വരുന്നുണ്ട്. പെട്ടെന്ന് ജിയാങ്ങിനെ കാണുമ്പോൾ ഷീഷോങ് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെയെന്ന്. ആ സമയം ജിയാങ് പറയും ഈ നടക്കുന്ന ഷോ അങ്ങനെയൊന്നും എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എനിക്കും കാണണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിനാണ് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പയ്യന്മാരെല്ലാം ഒരുവിധം നമ്മുടെ ചെങ്ങും ഒതുക്കി കഴിഞ്ഞു. ഇനി അവർ രണ്ടുപേരാണ് പരസ്പരം ഫൈറ്റ്. അങ്ങനെ അതും അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിന് ഷീഷോങ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് വേറെ കുറച്ച് പയ്യന്മാരുടെയൊക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ ചെങ്ങിൻ്റെ പാമ്പിനെ പതുക്കെ ആ ട്രക്കിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ചെങ്ങ് ഷീഷോങ്ങിനെ കാണുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട് അവൻ എന്താ ഇവിടെയെന്ന്. എന്നാൽ ആ ടൈമിന് അവൻ്റെ മനസ്സിലാതല്ല നിൽക്കുന്നത്, ചെങ്ങിയുമായിട്ടുള്ള ഫൈറ്റാണ്. സോ അവർ തമ്മിൽ ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഫൈറ്റ് നടക്കുന്ന ടൈമിന് ആ ഒരു വണ്ടിയിൽ നമ്മുടെ ചെങ്ങിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ സ്നേക്ക് ഉണ്ട്. ഈ പാമ്പിനെയാണ് അവൻ ഫൈറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് മറ്റ് പാമ്പുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടതാണ്. സോ അതിന് വേണ്ടിയിട്ട് അവൻ യൂസ് ചെയ്യുന്ന യെല്ലോ സ്നേക്കാണത്. ആ ഒരു പാമ്പിനെ വെച്ചിരുന്ന ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, അതാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഷീഷോങ് ഇപ്പോൾ ഓരോരോ ബോക്സ് ആയിട്ട് എടുത്ത് കൊടുക്കുന്ന ടൈമിന് ആ ഒരു പാമ്പ് ആ ബോക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഷീഷോങ്ങിൻ്റെ കാലിൽ ചുറ്റി വലിയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഷീഷോങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവനെ നന്നായിട്ട് അറിയാം ഭയങ്കര വിഷമുള്ള പാമ്പാണ്. ഇവ ഒന്ന് ഫൈറ്റ് ചെയ്ത് അതിനെ നീക്കിക്കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിവനെ കടിക്കും, ഇവൻ അപ്പം തന്നെ മരിക്കും. സോ ഇവൻ പേടിക്കുന്നുണ്ട്, ഇവൻ താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ആ ഒരു പാമ്പ് അവൻ്റെ ദേഹം മൊത്തം ഇങ്ങനെ വരിങ്ങി ചുറ്റുമാണ്. എന്നാൽ ഈ ഒരു കാര്യമൊന്നും ചെങ്ങുവോ ഒന്നും കാണുന്നില്ല. അവർ തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ ചെങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഷീഷോങ്ങിൻ്റെ കഴുത്തിൽ കൂടെ ആ ഒരു പാമ്പ് ചുറ്റുന്നത് ഇവൻ കാണുന്നത്. ടെൻഷനായിട്ട് ചെങ്ങ് നേരെ ഷീഷോങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവനും അറിയാം ആ ഒരു പാമ്പിനെ വലിച്ചങ്ങനെ മാറ്റാൻ പറ്റത്തില്ല, കാരണം ആ പാമ്പ് ഇവൻ്റെ കഴുത്തിലെ ഞെരുക്കി ഇങ്ങനെ വച്ചേക്കാണ്. സോ അവൻ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ സമയം ജിയാങ് ഇത് കണ്ട് ടെൻഷനായി നിൽക്കുമ്പോഴത്തേക്കും ഷീഷോങ്ങിൻ്റെ അടുത്തേക്ക് അവൻ പോവാതിരിക്കാനായിട്ട് ചെങ്ങുവാണെങ്കിൽ ജിയാങ്ങിനെ പിടിച്ചു വെച്ചേക്കാണ്. ജിയാങ് ആണെങ്കിൽ പേടിച്ചുകൊണ്ട് തന്നെ ചെങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചെങ്ങി ആ പാമ്പിനെ കൊല്ല്, അത് ഷീഷോങ്ങിന് എന്തെങ്കിലും ചെയ്യുമെന്ന്. എന്നാൽ ആ സമയം ചെങ്ങു പറയുന്നുണ്ട് പാമ്പുകൾ നമ്മുടെ ചെങ്ങിൻ്റെ പ്രിയപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഈ ഒരു പാമ്പ്, അവനൊരിക്കലും അതിനെ കൊല്ലാൻ പറ്റത്തില്ല എന്ന്. ആ ടൈമിന് തന്നെ നമ്മുടെ ചെങ്ങിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ചെങ്ങിൻ്റെ മനസ്സിൽ കുറേ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. ചെങ്ങിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്ന പയ്യൻ, ആ പയ്യൻ്റെ പേര് വാങ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ആക്ച്വലി ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. സോ ആ ഒരു പയ്യൻ്റെ മെമ്മറീസ് ഇവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ചെങ്ങിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു പാമ്പുണ്ടല്ലോ, അതിനെയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തത് ആ ഒരു പയ്യനാണ്. സോ ആ ഒരു മെമ്മറീസൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പാമ്പ് എത്രത്തോളം തനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഓർക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഷീഷോങ്ങിൻ്റെ സിറ്റുവേഷൻ കാണുമ്പോൾ അവൻ മരിക്കും എന്നുള്ള സിറ്റുവേഷൻ ആവുന്നുണ്ട്. കാരണം ആ പാമ്പ് മൂവ് ആവുന്ന അനുസരിച്ച് ഇവൻ്റെ കഴുത്തിൽ അത് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങിനത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അവൻ അതുകൊണ്ട് വേറെ ഒന്നും നോക്കുന്നില്ല, ഒരു കത്തി എടുത്തിട്ട് അപ്പോൾ തന്നെ പാമ്പിനെ അവൻ കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ ആ ഒരു പാമ്പിൻ്റെ ചുറ്റെല്ലാം അവൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റിയിട്ട് ഷീഷോങ്ങിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷീഷോങ്ങിൻ്റെ ബോധം ആ നേരം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ ചെങ്ങും ജിയാങ്ങും കൂടെ ചേർന്നിട്ട് ഷീഷോങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അതിനുശേഷം അവർ മൂന്നുപേരും ഡോക്ടർ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചെങ്ങ സമയം വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ചെങ്ങി പറയുന്നുണ്ട് നിൻ്റെ പാമ്പിൻ്റെ ആ ഒരു ബോഡിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാന്ന്. ആ സമയം ചെങ്ങ് നീ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യാനായിട്ട് പറയുമ്പോൾ ചെങ്ങു നീ ആളാകെ ശരിക്കും മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. ചെങ്ങ് അതിന് മറുപടിയായിട്ട് എന്താ നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്നിങ്ങനെ പറയുമ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇവർ മൂന്നുപേരും ഓടി ചെന്നിട്ട് ഡോക്ടർ എന്തായി നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമില്ല, അപകടനില തരണം ചെയ്തിട്ടുണ്ട്, എന്നാലും കറക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ചൊരു ഒബ്സർവേഷനിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ്. ആ സമയം ചെങ്ങും ജിയാങ്ങിൻ്റെ അടുത്ത് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം, നീ വാ എന്ന് പറയുമ്പോഴത്തേക്കും ജിയാങ് ഇല്ല ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് ഇല്ല ഞാൻ നിൽക്കാമെന്ന് പറയുമ്പോൾ ജിയാങ് പറയുന്നുണ്ട് വേണ്ട ഞാൻ നിന്നോളാം, അവൻ കണ്ണു തുറക്കുമ്പോൾ ആദ്യം എന്നെയാണ് കാണേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതിൻ്റെ ജലസ് കാരണമാണെന്ന് അറിഞ്ഞുകൂടാ. ചെങ്ങുവാണെങ്കിൽ എങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അടുത്ത് ചെങ്ങു
വീട്ടിലെത്തിയിട്ടാണെന്ന് തോന്നുന്നു അവൻ്റെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ശീശു അങ്ങനെ എങ്ങനെയുണ്ടെന്ന്. ആ സമയം കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, കണ്ടില്ലേ ചെങ്ങ് ആളാകെ മാറിപ്പോയെന്ന് തോന്നുന്നു. ചെങ്ങാണെങ്കിൽ അവൻ്റെ എക്സിനെയൊക്കെ മറന്ന് ഇപ്പോഴൊന്ന് ശരിക്കും ലവിലായിട്ട് ഹാപ്പിയായി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ നിനക്ക് ഇനി പേടിക്കണ്ടല്ലോ, കാരണം മുമ്പ് നീയും അവൻ്റെ എക്സും തമ്മിൽ ഒരുമിച്ച് ഇൻറ്റിമേറ്റ് ആയെന്ന് പറഞ്ഞിട്ടല്ലേ നിനക്കുണ്ടായിരുന്ന ബോയ് ഫ്രണ്ട്സിനെ മൊത്തം അവനാണെങ്കിൽ തട്ടിയെടുത്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ കൊണ്ടുപോകുന്നു, നീ പേടിക്കണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ചെങ്ങി പറയുന്നുണ്ട്, അവനങ്ങനെ എൻ്റെ ബോയ് ഫ്രണ്ട്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. കാരണം ഞാനും അത് ഫണ്ണായിട്ട് ഒരു ഗെയിമായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഇനി അങ്ങനെ ഒരു ഗെയിം ഉണ്ടാവത്തില്ല, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, അപ്പോൾ ജിയാങ്ങിൻ്റെ പുറകെ നീ നടന്നതും ഒരു ഗെയിം ആയിരിക്കുമല്ലോ. ഇപ്പോൾ എന്തായാലും ഷീഷോങ് ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതെ നിൻ്റെ ബോയ് ഫ്രണ്ട്സിനെ തട്ടിയെടുക്കാൻ പോകുന്നില്ല. അപ്പം പിന്നെ ഇനി നീ ജിയാങ്ങുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവനങ്ങ് വിട്ട് കളഞ്ഞേക്കാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ജിയാങ്ങിൻ്റെ കാര്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അവനൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിലെ കാര്യം കാണിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, ഷീഷോങ്ങിന് ഒന്ന് ബോധം വരുന്നത് നോക്കി ഇവനിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയമാണ് ജിയാങ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ചെങ്ങ് ഒരുമാതിരി ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും നീ ഓക്കെ ആണോ, നിനക്ക് നിൻ്റെ പാമ്പിനെ കൊല്ലേണ്ടി വന്നില്ലേ, അതെൻ്റെ ഫേവറേറ്റ് പാമ്പായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ പക്ഷേ എനിക്ക് ഇവനെ രക്ഷിക്കണമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജിയാങ് പറയുന്നുണ്ട്, ഞാൻ കരുതിയത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടന്നേക്ക് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണെന്ന്, ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ എന്താ അവൻ എൻ്റെ അടുത്ത് തമാശക്കാണോ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് നടന്നത്, അവൻ എന്നെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിയാങ് അല്ലല്ല അവന് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡോക്ടറാണെങ്കിൽ ഷീഷോങ്ങിൻ്റെ എന്തെങ്കിലും കാര്യം പറയാനായിട്ടായിരിക്കും ചെങ്ങിനെ വിളിക്കുന്നുണ്ട്. ചെങ്ങ് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് യൂയി ആണെങ്കിൽ ചെങ്ങിൻ്റെ വീട്ടിലേക്ക് അവൻ്റെ പാമ്പിനെ കൊല്ലാനായിട്ട് രണ്ടുപേരെ വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സോ അവർ രണ്ടുപേരും ഇവ പാമ്പിനെ കൊന്നോ എന്തായി എന്നിങ്ങനെ അറിയാനായിട്ട് അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരാൾ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവരായിരിക്കും എന്ന് കരുതിയിട്ട് പാമ്പിനെ കൊന്നോ എന്നിങ്ങനെ ചോദിച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് അവരായിരുന്നില്ല, നമ്മുടെ ചെങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റിനെ കാണുമ്പോൾ ഇവൾ ജസ്റ്റ് ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയം ആ പയ്യൻ പറയുന്നുണ്ട്, നീയാണെങ്കിൽ കാണിച്ചു കൂട്ടിയ വേലത്തരം മൊത്തം ചെങ്ങിന് മനസ്സിലായിട്ടുണ്ട്. സോ ചെങ്ങ് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ട് പറഞ്ഞു, അതായത് നീയും അവനും തമ്മിൽ ഇനി ഒരു ബന്ധമില്ല, ബ്രേക്കപ്പ് ആവാൻ. അതും പറഞ്ഞിട്ട് അവനങ്ങ് പോകുന്നുണ്ട്. എന്നാൽ യൂയി ആണെങ്കിൽ അയ്യോ ഞാൻ പറയുന്നതെന്ന് കേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ ഒന്നും കേൾക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ജിയാങ് ഷീഷോങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷീഷോങ്ങിന് ബോധം വരുന്നത്. അപ്പോൾ ബോധം വരുമ്പോൾ തന്നെ ഇവൻ ഫസ്റ്റ് ചോദിക്കുന്നത്, ഷീഷോങ് ചെങ്ങിൻ്റെ പാമ്പുകളെ ഒരു കടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് വീണ്ടും ചെങ്ങിൻ്റെ പാമ്പുകളെ കിട്ടാനായിട്ട് ഇവൻ്റെ നിന്ന് ഒരു 2 ലക്ഷം രൂപ അയാൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അയാളുടെ പാമ്പുകൾ കിട്ടിയതുമില്ല. കാരണം നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ ഇതുപോലെ എന്തോ നടക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം റീപ്ലേസ് ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടൊരു കാര്യമാണ്. സോ ആ ഒരാളെ ഇപ്പോൾ പിടികൂടിയോ, എൻ്റെ പൈസ തിരിച്ചു കിട്ടിയോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ആ സമയം ജിയാങ് എല്ലാം സെറ്റാണ്, നിൻ്റെ പൈസ മുമ്പ് പോയ പൈസ മൊത്തത്തിൽ എല്ലാം കിട്ടിയിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരു കോടീശ്വരനാണ് മോനെ എന്ന് പറയാണ്. ഷീഷോങ് അപ്പോൾ ചെങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് പറയുന്നുണ്ട്, അവനാണെങ്കിൽ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാ, അവൻ രാത്രി മൊത്തം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ നിനക്ക് വേണ്ടിയിട്ട് അവൻ്റെ പാമ്പിനെ കൊന്നു, അതുകൊണ്ട് നീയാണെങ്കിൽ അതിന് പകരമായിട്ട് അവൻ എന്തെങ്കിലും നീ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ് ഞാനെന്ത് ചെയ്തു കൊടുക്കാനാ, അവൻ്റെ പാമ്പല്ലേ എന്നെ ആദ്യം ഒന്ന് ഉപദ്രവിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ജിയാങ് മാറി നിൽക്കുന്നുണ്ട്. ചെങ്ങ് ഷീഷോങ്ങിന് ബോധം വന്നത് കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് നിനക്ക് ഓക്കെ ആണോ, ഇപ്പം നിൻ്റെ കഴുത്ത് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല, ജസ്റ്റ് നെഞ്ച് വേദനിക്കുന്നുണ്ട് എന്നവൻ പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ അവൻ സോറി, ഞാൻ കാരണമൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാനാണെങ്കിൽ ആ പാമ്പ് നിൻ്റെ കഴുത്തിൽ ചുറ്റിയപ്പോൾ തന്നെ അതിനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഷീഷോങ് പക്ഷേ അത് നിൻ്റെ ഫേവറേറ്റ് പാമ്പല്ലേ എന്ന് പറയാണ്. ചെങ്ങാ ടൈമിന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു ഇനി ഫ്യൂച്ചറിൽ ഒരിക്കലും ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യത്തില്ല, നിനക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യത്തില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഷീഷോങ് ആലോചിക്കുന്നത് അങ്ങനെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നാണ്. അത് യൂയിനെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് ആയ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടും സെറ്റാക്കി എടുക്കാനായിട്ട് ചെങ്ങിൻ്റെ അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു നാടകവും കൊണ്ട് വന്നേക്കുന്നയാൾ. അവൾ വന്നുകൊണ്ടേ തന്നെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കരച്ചിൽ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതിങ്ങനെ അറിയാതെ ചെയ്തു പോയതാ, അത് പിന്നെ എനിക്കും പാമ്പുകളെ പേടിയാ, ഞാൻ മുമ്പ് പട്ടീനെയും പൂച്ചേനെയൊക്കെ വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പെറ്റ് അത് മരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ അറിയാതെ ചെയ്തു പോയി, ആ ഒരു പാമ്പിനെ കൊല്ലാനായിട്ട് ഞാൻ അറിയാതെ ശ്രമിച്ചു പോയി, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കാണെങ്കിൽ എന്നെ പേടിയായിട്ടാ. ഞാനും ചെങ്ങും ആ ഒരു ബിസിനസ് ട്രിപ്പിന് പോയതിൻ്റെ അന്ന് പോലും ചെങ്ങ് എന്നെ ആ ഒരു റൂമിൽ ഒറ്റയ്ക്കിരുത്തിയിട്ട് പോയ ടൈമിന് ആ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു, പക്ഷേ ആ ഒരു പാമ്പ് എൻ്റെ കൈ കൊത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് കയ്യിൽ ഇങ്ങനെ കൊത്തിയതുപോലെ. അപ്പോൾ അതൊക്കെ വിശ്വസിച്ചിട്ട് നമ്മുടെ ചെങ്ങിൻ്റെ അമ്മ ഞാൻ ഉറപ്പായിട്ടും അവൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കും, എനിക്കും പാമ്പുകളെ പേടിയാണ്, അവനാണെങ്കിൽ പാമ്പുകളുടെ അടുത്തുനിന്ന് മാറിയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണാൻ പോലും അവൻ്റെ വീട്ടിലേക്ക് പോവാറില്ല, ഉറപ്പായിട്ടും ഇതിന് ഞാൻ അവന് നല്ല വഴക്ക് കൊടുക്കും, ഈ ഒരു കാര്യത്തിനൊക്കെ നീ മറ്റും
ബ്രേക്കപ്പ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ അവനെങ്ങനെ ശരിയാക്കി കളയൂന്ന് പറയുന്നുണ്ട്. എന്നാൽ യൂയി ആണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും അവൻ്റെ അടുത്ത് ചോദിക്കാൻ പോകണ്ട, ഞാൻ ജസ്റ്റ് അമ്മയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അവൻ്റെ അടുത്ത് പറയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ ഇല്ല ഇങ്ങനെ ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. അവളപ്പോൾ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് എന്ത് സ്നേഹമെന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയമൊക്കെ നടത്തി അവളവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു പാമ്പ് കൊത്തി എന്നുള്ള രീതിയിൽ അവൾ ചെയ്ത ഒരു ഡിസൈൻ മാച്ച് കളയുന്നുണ്ട്. ആ സമയമാണ് വീടിൻ്റെ പുറത്തായിട്ട് ഉള്ള ടേബിളിൽ ഷെങ്ങിൻ്റെ ചേച്ചി ഇരിക്കുന്നത് കാണുന്നത്. യൂയിനെ കാണുന്നതും ഷെങ്ങിൻ്റെ ചേച്ചി ചോദിക്കുന്നുണ്ട്, നീയോ അവനും ബ്രേക്കപ്പ് ആയി നിറങ്ങിയല്ലോ, പിന്നെ എന്ത് കാണിക്കാനായി ഇനി വീട്ടിലോട്ട് വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുന്നത്, ഇനി ഞങ്ങളുമായിട്ട് കണക്ഷനൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ഞാനും അവനും ബ്രേക്കപ്പ് ഒന്നും ആയില്ല, അത് ജസ്റ്റ് ഒരു കുഞ്ഞു വഴക്കായിരുന്നു, ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കാണാൻ വരുമെന്ന് പറയുമ്പോൾ ഷെങ്ങിൻ്റെ ചേച്ചി പറയുന്നുണ്ട്, നിൻ്റെ അഭിനയം എന്തായാലും കൊള്ളാം, നടക്കട്ടെ, പറ്റുന്ന അത്രയും കാലം നീ അഭിനയിച്ചോളാനായിട്ട് തന്നെ പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഷീഷോങ്ങിനെ കയ്യിൽ ട്രിപ്പ് എന്തോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് പേടിയുള്ളതുകൊണ്ട് തന്നെ ചെങ്ങാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ചെങ്ങപ്പോൾ ഞാനിവിടെ ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ കാറ് നിങ്ങളുടെ അച്ഛൻ ഓൾറെഡി കണ്ടു എന്ന്. ആ സമയം ചെങ്ങ് കാറ് ഇന്ന് ഉപയോഗിച്ചത് നീയാണെന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഇല്ല അതും പറ്റത്തില്ല, എൻ്റെ കാറ് നിങ്ങളുടെ കാറിൻ്റെ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കണ്ടു എന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ ഞാൻ ബിസിയാണ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ചെങ്ങിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചെങ്ങാണെങ്കിൽ ഓക്കെ ശരി എന്നാൽ സംസാരിക്കാം എന്നൊരു രീതിയിൽ നമ്മുടെ ഷീഷു അങ്ങ് നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ അവൻ അവിടെ റൂമിൽ കിടത്തിയിട്ട് പുറത്തേക്ക് ചെന്ന് അവൻ്റെ അച്ഛനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യം തന്നെ നിൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൻ ഓക്കെ ആണെന്നാണ് അവൻ്റെ അച്ഛൻ ചോദിക്കുന്നത്. ആ സമയം ചെങ്ങ് കുഴപ്പമില്ല അവനിപ്പോൾ ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീയാണെങ്കിൽ എങ്ങനെയെങ്കിലും യൂയുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പിലാവുക, അവളുമായിട്ട് ബ്രേക്കപ്പ് ആവരുത്, അല്ലെങ്കിൽ നീയാണെങ്കിൽ വേറൊരു പെൺകുട്ടീനെങ്കിലും കണ്ടുപിടിക്കുക, പിന്നെ നിൻ്റെ പാമ്പുകളെ അതിനെയൊക്കെ നീ തന്നെ വെച്ചോ, നീയാണെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നീയാണെങ്കിൽ നിൻ്റെ കൂടെ മരുമോളാകാൻ കണക്കിന് ഒരു പെൺകുട്ടീനെ കൂടെ നിർത്തിക്കണം, നീ ഇങ്ങനെ ചെക്കന്മാരുടെ കറങ്ങി നടക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എങ്ങാണെങ്കിൽ ആ സമയം ഒരു 50 പാമ്പുകളോളം എൻ്റെത് ചത്തുപോയിട്ടിട്ട് ആ ഒരു പാമ്പുകളെല്ലാം നിങ്ങൾ എനിക്ക് വീണ്ടും തിരിച്ചു താ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മരുമോളെ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛൻ എനിക്ക് ആ ഒരു പാമ്പുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷേ വേണമെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് ആ പൈസ വെച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ, എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ, ഞാനും യുവിയും ഇനി ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ പുറത്ത് പോയിട്ട് ഷീഷോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ഫുഡും സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. പുറത്ത് തന്നെ നമ്മുടെ ഷെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഇതൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയി ഇത് ഷീഷോവിന് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അസിസ്റ്റൻറ്റ് ഇവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് യൂയിക്ക് നിൻ്റെ പാമ്പുകൾ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ വേണമെങ്കിൽ നിൻ്റെ പാമ്പിനെ കൊല്ലാനായിട്ട് അവൾക്ക് നേരത്തെ തീരുമാനിക്കുമായിരുന്നു, പിന്നെന്താ അവളെ നേരത്തെ ചെയ്യാത്തത്, അതുപോലെ തന്നെ നിൻ്റെ അമ്മയും അച്ഛനും എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് യൂയുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവ് വീണ്ടും സെറ്റാവെന്ന് പറഞ്ഞിട്ട് ഇത്രയും കിടന്ന് നിർബന്ധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാമ്പുകളിൽ കുറേ പാമ്പുകളേതോ റീപ്ലേസ് ചെയ്ത പോലെ, അതായത് നമ്മൾ റീപ്ലേസ് ചെയ്തല്ലാതെ മറ്റാരോ റീപ്ലേസ് ചെയ്ത് മാറ്റിയതുപോലെ. അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രി ആ പാമ്പുകളെ തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ പോയ സ്ഥലത്ത് എങ്ങനെയാണ് കറക്റ്റ് ഷീഷു അങ്ങ് വന്ന് പെട്ടത്, അവൻ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് നീ മാത്രമല്ല ഇതൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്, ഞാനും ഇതൊക്കെ ആലോചിച്ച് തന്നെയാണ്, പക്ഷേ നീ എന്ത് ചെയ്യണം, ഇപ്പം മിണ്ടാതിരിക്കണം, ഇതൊന്നും അറിഞ്ഞ ഭാവം നീ കാണിക്കരുത്, ഷീഷോങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നീ ഇതിനെക്കുറിച്ച് മിണ്ടരുത്, ഇപ്പം നീ മര്യാദയ്ക്ക് വാടച്ചിരുന്നിട്ട് ഈ ഫുഡൊക്കെ അവന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ചെങ്ങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം എൻ്റെ അസിസ്റ്റൻറ്റ് വിചാരിക്കുന്നുണ്ട്, അപ്പോൾ നിനക്കിതൊക്കെ ഓൾറെഡി അറിയാമോ എന്ന്. അടുത്ത് ഷീഷോ അങ്ങനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ റൂമിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് മേ ബി ചെങ്ങാണെങ്കിൽ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുമല്ലേ, ബ്രേക്കപ്പ് ആവണം, അതാണല്ലോ നമുക്ക് വേണ്ടത് എന്നൊക്കെ. ആ ഒരു ടൈമിലാണ് ഫുഡും കൊണ്ട് നേരെ അവൻ്റെ അസിസ്റ്റൻറ്റ് അങ്ങോട്ടേക്ക് വരുന്നതും ഫുഡ് കഴിക്കാൻ നേരമായി എന്ന് നമ്മുടെ ഷീഷോങ്ങിൻ്റെ അടുത്ത് പറയുന്നതും. ഷീഷോങ് ആ സമയം ഇങ്ങിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഹെൽപ്പ് എന്ന് അവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് ഇനി അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, യൂയി ആണെങ്കിൽ അവൻ്റെ പാമ്പിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചില്ലേ, അതിന് അവൾക്ക് കുറ്റബോധം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ലേന്ന്. ആ സമയം അവൻ അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ചെങ്ങിൻ്റെ പുറകെ നടന്ന് എപ്പോഴും അവനെ ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് എപ്പോഴും ചെങ്ങിനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും, ചെങ്ങ് കോൾ എടുത്തില്ലെങ്കിൽ എന്നെ കോൾ ചെയ്ത് ശല്യം ചെയ്യാൻ തുടങ്ങും, ഞാൻ മടുത്തു എന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ചെങ്ങാണെങ്കിൽ ഷീഷോങ്ങിന് ഉപയോഗിക്കാനായിട്ട് അവൻ്റെ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഷീഷോങ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ചെങ്ങ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയതായിരുന്നു. അതിപ്പോൾ ഷീഷോങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഷീഷോങ് ഇപ്പോൾ ആ ഒരു കാർഡ് എടുത്തിട്ട് ഇവൻ്റെ കൈ കൊടുത്ത ശേഷം പറയുന്നുണ്ട്,
ഇനി യൂയി ആണെങ്കിൽ ചെങ്ങിനെ അന്വേഷിച്ച് നിൻ്റെ അടുത്തേക്ക് വരുന്ന ടൈമിന് ഈ ഒരു കാർഡ് അവളുടെ കൈ കൊടുക്കണം. ശരിക്കും ചെങ്ങിൻ്റെ പാമ്പിനെ കൊല്ലാൻ ശ്രമിച്ചതിന് കുറ്റബോധം അവൾക്കുണ്ടെങ്കിൽ അവൾ ഈ പൈസ ഉപയോഗിക്കൂല. എന്നാൽ അങ്ങനെയൊന്നുമില്ല, അവൾക്കിപ്പോഴും ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട് എന്നൊരു ചിന്തയിലാണെങ്കിൽ അവൾ നല്ലതുപോലെ ഈ പൈസ ഉപയോഗിക്കും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും നീയാണെങ്കിൽ അതിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ തെളിവ് സഹിതം കൊണ്ടുപോയി ഷീഷോങ്ങിൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ യൂയിയുടെ ശരിക്കുള്ള തനി സ്വഭാവം അവർക്ക് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്ലാനാണെങ്കിൽ ഇവൻ്റെ അസിസ്റ്റൻറ്റിനും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷീഷോങ്ങിൻ്റെ അടുത്ത് ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ചെങ് ഉടനെ തന്നെ നിൻ്റേതായി മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇതുപോലെ തന്നെ യൂയി പ്രതീക്ഷ പോലെ തന്നെ ഇവനെ കാണാനായിട്ട് വരുന്നുണ്ട്. നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ട്. പ്ലാൻ അനുസരിച്ച് തന്നെ ആ ഒരു കാർഡും അവളുടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പോയി കഴിയുന്നതും ഇവളാണെങ്കിൽ എന്തായാലും ഇത്രയൊക്കെ അഭിനയിച്ചല്ലേ, അപ്പോൾ ഈ ഒരു പൈസ ഞാൻ ഉപയോഗിക്കേണ്ടതല്ലേ എന്നൊരു രീതിയിൽ അവൾ ആ കാർഡ് എടുക്കുന്നുണ്ട്. അന്ന് തന്നെ അവളുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് സകല കടയിലും കയറി അവളുടെ ഫ്രണ്ടിനും അവൾക്കും വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ചെങ്ങിൻ്റെ ചേച്ചി ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റുമായിട്ട് എന്തോ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് യൂയിനെ കാണുന്നുണ്ട്. യൂയി പറഞ്ഞേക്കുന്നത് അവൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സാധാരണ പെൺകുട്ടിയെന്നാണ്. എന്നാൽ അവളുടെ കയ്യിലെ കവറൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങിൻ്റെ ചേച്ചിക്ക് സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെങ്ങിൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് അവളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തനിക്ക് എടുത്തു തരാനായിട്ട് പറയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഷീഷോങ്ങിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെ യൂയി എന്തുമാത്രം പൈസ ചിലവാക്കുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഡീറ്റെയിൽസ് അറിയുമ്പോൾ തന്നെ അതിൻ്റെ പേപ്പറൊക്കെ കൊണ്ട് ചെങ്ങിൻ്റെ ചേച്ചി ചെങ്ങിൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങളുടെ മരുമോളെന്ന് പറയുന്ന അവൾ 3.5 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. അവൾ വെറും ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എവിടെ നിന്ന് പൈസ വന്നതായിരിക്കും നിങ്ങൾക്ക് അതിശയം. അതെല്ലാം തന്നെ ചെങ്ങിൻ്റെ പൈസയാണ്. അവർ രണ്ടുപേരും ബ്രേക്കപ്പായിട്ട് പോലും അവൻ്റെ കാർട്ടിൽ നിന്ന് അവൾ പൈസ എടുക്കുന്നുണ്ട്. അവൾ എത്ര കാര്യമാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ആ ഒരു പേപ്പറെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂയി അവൾക്ക് കിട്ടിയ സാലറിയിൽ നിന്ന് അവൾ വാങ്ങിച്ച ഒരു സ്കാർഫാണെന്ന് പറഞ്ഞിട്ട് ചെങ്ങിൻ്റെ അമ്മയ്ക്ക് അവൾ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗിഫ്റ്റും അവളാണെങ്കിൽ അവളെ സാലറിക്ക് വാങ്ങിച്ചതല്ല, അവൾ ജോലിക്ക് പോയിട്ട് തന്നെ കുറച്ച് മാസത്തോളമായി ഞാൻ എല്ലാം അന്വേഷിച്ചാണ്, അവൾ മൊത്തം പറ്റിപ്പാണെന്ന് നമ്മുടെ ചെങ്ങിൻ്റെ ചേച്ചി ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത് ഷീഷോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെങ്ങ് അവനും ഷീഷോങ്ങിനും കഴിക്കാനായിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഷീഷോങ്ങിന് അവനും വേറെ വേറെ ടൈപ്പ് ഫുഡാണ് കൊണ്ടുവന്നേക്കുന്നത്. ഷീഷോങ്ങിന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ എടുത്തേക്കുന്ന ചെങ്ങാണ്. ഷീഷോങ്ങിന് വയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അവന് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. എന്നാൽ ഷീഷോങ്ങിന് അത് വേണ്ട, ഷീഷോങ്ങിന് ചെങ്ങ് കഴിക്കുന്ന ഫുഡ് തന്നെ വേണം. എന്നാൽ ചെങ്ങ് അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഷീഷോങ് ഉടനെ തന്നെ കരയുന്ന പോലെ അഭിനയിക്കുകയാണ്. ചെങ്ങിന് അത് അഭിനയമാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ ഷീഷോങ്ങിനാണെങ്കിൽ ഇത് കുറച്ച് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് മൊത്തം എടുത്ത് കഴിക്കുന്നുണ്ട്. ഉടനെ തന്നെ എടാ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വായിൽ നിന്ന് ആ ഒരു ഫുഡ് തിരിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ ചെങ്ങ്. ആ ഒരു ടൈമിലാണ് ഡോക്ടർ വരുന്നത്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് നിൻ്റെ മുറിവിൽ ആ ഒരു ഡ്രസ്സിങ് മാറ്റാനുള്ള ടൈമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന് ബാക്കിൽ എന്തോ ഒരു മുറിവുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ദേഹം വേദന ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ അങ്ങോട്ടേക്ക് എണീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അത് ഡ്രസ്സിങ് ചെയ്യാൻ കണക്കിന്. അതുകൊണ്ട് തന്നെ ഷീഷോങ്ങിനെ ചെങ്ങ് എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡോക്ടർ അങ്ങനെ ഡോക്ടറിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുമുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്ന യൂയിനെയാണ്. യൂയി ഇപ്പോൾ ചെങ്ങിൻ്റെ അമ്മേനെ കാണാനായിട്ട് വന്നേക്കാണ്. എന്നാൽ ചെങ്ങിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ സത്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ ഇവളെ കാണുമ്പോൾ തന്നെ റൂഡായിട്ടാണ് പെരുമാറുന്നത്. അവർ പറയുന്നുണ്ട്, നീയോ അവനും ബ്രേക്കപ്പ് ആയല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലാന്ന്. അവളെ സമയം കാര്യം മനസ്സിലാത്തതുകൊണ്ട് തന്നെ എന്ത് പറ്റി അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം അവൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചെടുത്ത ആ സ്കാർഫും അവർ തിരിച്ചെടുത്ത് കൊടുത്തിട്ട് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് അവളെ പുറത്തേക്ക് പറഞ്ഞു വിടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ യൂയിനെ പറഞ്ഞു വിടുന്നുണ്ട്. അടുത്ത് ജിയാങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ രാവിലെ തന്നെ അവൻ്റെ ഹോസ്പിറ്റലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്കും അവസാനത്തെ പേഷ്യൻറ്റ് പോയി കഴിയുമ്പോൾ അവനാണെങ്കിൽ ബോഡി പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്യണമെന്നുണ്ട് എന്നിങ്ങനെ സ്വയം പറയുന്നുണ്ട്. ആ ടൈമിന് അവനാണെങ്കിൽ ചെങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ ദിവസം ആയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിയുമായിട്ടുള്ള ചാറ്റ് അതവ എടുത്ത് നോക്കുന്നുണ്ട്. എന്നാൽ മെസ്സേജ് അയക്കുന്നില്ല. കാരണം അവൻ വിചാരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ചെങ്ങിയുവിന് ഇപ്പം തന്നെ പുതിയൊരാളെ കിട്ടിക്കാണും, അതെന്തായാലും നന്നായി, ഇനിയാണെങ്കിൽ അവൻ എന്നെ ശല്യം ചെയ്യാൻ വരത്തില്ലല്ലോ എന്ന്. അതും പറഞ്ഞിട്ട് അവൻ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് തിരിച്ച് കയറിപ്പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത്. ആ കാറ് കാണുന്നതും ഇവൻ പെട്ടെന്ന് ഹാപ്പി ആവുന്നുണ്ട്. എന്നാൽ അത് ആരുടെ കാറാണ് എന്നൊന്നും കാണിക്കുന്നില്ല. ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.